പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത്, നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ പോലുള്ള അനേക സമശിഷ്ടങ്ങൾ ആമേൻ ഒത്തിരി പേർ രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും ആമേൻ ഹല്ലേലൂയ വീൽ ചെയറുകളിൽ അഭയം പ്രാപിച്ചപ്പോൾ അനേകർ ആമേൻ മരണത്തിൽ നിദ്ര കൊള്ളുമ്പോൾ കർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ മുമ്പിൽ നിൽക്കുവാൻ അപ്പം നൽകി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത്, നല്ല ആയുസ്സിനെ ഓർത്ത് ആമേൻ ഈ ലോകത്തിലുള്ള മറ്റാർക്കും എനിക്ക് നന്ദി പറയുവാനില്ല. എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട ആ കർത്താവിനെ ഇന്ന് പകലിലും ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദയവായി ലൈവിൽ ആമേൻ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആമേൻ അത് വായിക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ലൈവിലാവുമ്പോൾ എല്ലാവർക്കും അത് കാണുവാനും ആ സാക്ഷ്യം അനുഗ്രഹമായി തീരുവാനും ആമേൻ കാരണമായി തീരും. നിങ്ങളത് ശ്രദ്ധിക്കുമല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലും ആമേൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഉപവാസത്തിൻ്റെ 19ാമത്തെ ദിവസവും മധ്യസ്ഥതയോടുകൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് ഒരുക്കി. പകലിൽ നമ്മൾ പാടിയതുപോലെ നിന്നതല്ല നമ്മളെ കർത്താവ് നിർത്തിയതാ. ആമേൻ നേടിയതല്ല കർത്താവെല്ലാം തന്നതാ. ആമേൻ സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ആരോഗ്യം കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ടല്ല ആമേൻ നമ്മൾ നേടിയത്. സ്വർഗത്തിലെ അപ്പൻ എല്ലാം നമുക്ക് ഒരുക്കി തന്നു. അതുകൊണ്ടാണ് ഇന്ന് പകലും ആമേൻ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ പ്രദേശത്ത് നിന്ന് പ്രിയ വാത്സല്യ സഹോദരിയും കർത്താവ് കൂട്ടുവരുത്തിയല്ലോ. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി നാളുകൾ കൊണ്ടുള്ള പ്രിയ മാതാവിൻ്റെ ആഗ്രഹമാണ് നമ്മുടെ മെസ്സേജ് കണ്ട അന്ന് മുതൽ ആമേൻ ഡയറക്റ്റ് വരണം, ആ ശുശ്രൂഷയൊന്ന് അനുഭവിക്കണം. വളരെ ആഗ്രഹത്തോടെയായിരിക്കുന്നു. ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ കർത്താവ് തൃപ്തിപ്പെടുത്തും. ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ഹാളിന്മേൽ വന്നിട്ടുണ്ട്. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 50ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 50ാമത്തെ വാക്യം. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അതേ, കഷ്ടതയിൽ നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനമാണ്. ചലിക്കുന്ന വചനം, സഞ്ചരിക്കുന്ന വചനം, അസ്ഥികളെയും അസ്ഥിമജ്ഞകളെയും വിടുവിക്കും വണ്ണം ആമേൻ കുത്തി തുളച്ചിറങ്ങിച്ചെന്ന് ആമേൻ രോഗങ്ങളുടെ മധ്യേ, കഷ്ടതകളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, പിന്മാറ്റത്തിന്റെ നടുവിൽ, ഭവനത്തിന്റെ പണികളുടെ മേൽ ആമേൻ തലമുറകൾക്കകത്ത്, വിദ്യാഭ്യാസത്തിനകത്ത്, രാജ്യങ്ങളുടെ കടലുകൾ താണ്ടി ഇറങ്ങി ചെല്ലുവാൻ കഴിയുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. അതാണ് ദൈവവചനത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഐസിയുവിനകത്ത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഡോക്ടറിന് ഇറങ്ങി ചെല്ലുവാൻ പറ്റും, നേഴ്സിന് നിൽക്കാൻ പറ്റും. എന്നാൽ എത്ര സ്നേഹമുള്ള ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അവർക്കൊരു വിലക്കുണ്ട്. അവൻ ഇത് വിട്ട് ഇതിനകത്തേക്ക് വരരുത്. അവൻ അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കണം. അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് വിടുവിക്കുവാൻ കഴിയുള്ള ഒരു ശക്തിയേ ഉള്ളൂ. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അസ്ഥികളെയും അസ്ഥിമജ്ഞകളെയും വിടുവിക്കും വണ്ണം ഇറങ്ങി ചെല്ലുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി, അത് ഇന്ന് പകലിൽ ചിലത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും,
ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വാരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും. ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലോ പിന്മാറിപ്പോയിടല്ലേ. പീറുപ്പില്ലാതെ മുൻപോട്ടു പോകുവാൻ യേശു എന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പീറുപ്പില്ലാതെ മുൻപോട്ടു പോകുവാൻ യേശു എന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലും ഒരുമിച്ച് പറഞ്ഞാട്ടെ, നഷ്ടങ്ങളിൽ ഞാൻ പതറത്തില്ല, എൻ്റെ കഷ്ടതയിൽ ഞാൻ പതറത്തില്ല. ആമൻ, എന്ത് പ്രശ്നം വന്നാലും അപ്പാ നീയാണ് എൻ്റെ ദൈവം. ആമൻ, നീയാണ് എൻ്റെ ഉപനിധി. ആമൻ, നീയാണ് എൻ്റെ മറവിടം, നീയാണ് എൻ്റെ സങ്കേതം, നീയാണ് എൻ്റെ പരിച, നീയാണ് എൻ്റെ കോട്ട, നീയാണ് എൻ്റെ സർവവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമൻ, ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ടു സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 50 വാക്യം. നമ്മൾ ഇങ്ങനെ വായിച്ചു കേട്ടു, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആമേൻ ആശ്വാസമാകുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ആശ്വാസമാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ആശ്വാസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ നിരാശയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ആമേൻ പുതിയ പ്രതീക്ഷകൾ തരുന്നത് ഈ ദൈവ
ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടല്ലേ ഈ ലൈവിലും ഈ ഹാളിനകത്തുമായിരിക്കുന്ന നിങ്ങൾക്കായിരിക്കുവാൻ കഴിയുന്നത്. എന്തെങ്കിലും ഒരു കഷ്ടത വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഓടിച്ചൊന്ന് വിശുദ്ധ വേദ പുസ്തകം എടുക്കും. ആമേൻ. ആ കിട്ടുന്ന വചനം നമ്മൾക്കൊരു ആശ്വാസമായി തീരും. നമുക്ക് ആമേൻ മുൻപോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനമായി തീരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബ് നോക്കിയാൽ, സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിയാൽ, ആമേൻ, ദൈവത്തിന്റെ വചനത്തിന് പഞ്ഞമില്ല. ആമേൻ. ഒരു ആമേൻ ഭാരം വരുമ്പോൾ, ഒരു നിരാശ വരുമ്പോൾ ഓടിച്ചെന്ന് ആമേൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കേൾക്കുന്ന ആശ്വാസത്തിന്റെ വചനങ്ങൾ. കഴിഞ്ഞ ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ മെസ്സേജിൽ ആണെന്ന് തോന്നുന്നു, ഒരു സഹോദരി ആമേൻ ആ മെസ്സേജ് കേട്ടിട്ട് താൻ എന്നെ പെട്ടെന്ന് ആമേൻ എന്നെ വിളിക്കുവാൻ, മെസ്സേജ് തീരുന്നതിന് മുമ്പായി തന്നെ താൻ എന്നെ വിളിക്കുവാനിടയായി. കാരണം എന്താണെന്ന് അറിയാവോ? ആമേൻ മരിക്കുവാൻ വേണ്ടി ഹസ്ബൻഡ് ആമേൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ, നല്ല സൗന്ദര്യമുള്ള സ്ത്രീ, ഞാനവരെ ആമേൻ വീഡിയോ കോളിൽ കണ്ടത്, നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീ. ആമേൻ 38 വയസ്സായതേ ഉള്ളൂ. ആമേൻ ഹസ്ബൻഡിന് 40 വയസ്സായി. ആമേൻ വലിയൊരു ബിസിനസ്മാനാ. ആമേൻ സൗന്ദര്യവതിയായി ഈ ഭാര്യ ഉപേക്ഷിച്ച് ആമേൻ അവളുടെ രോഗം നിമിത്തം, ആമേൻ അവൾ സൗന്ദര്യമുള്ളവളെങ്കിലും ശരീരം മുഴുവനും രോഗത്താൽ താൻ ഭാരപ്പെടുന്നു. ആമേൻ അതിന്റെ പേരിൽ ആമേൻ നീ രോഗി എന്ന് മുദ്രകുത്തി ആമേൻ ഹല്ലേലൂയ സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയുമായി അടുത്ത അപ്പാർട്ട്മെന്റ്, ഒരു ഫ്ലാറ്റിൽ ആമേൻ അടുത്ത അപ്പാർട്ട്മെന്റിൽ മറ്റൊരു സ്ത്രീയുമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു. ആമേൻ 3 മാസം വരെ പ്രിയ സഹോദരി ഇതൊക്കെ അങ്ങ് കടിച്ചു പിടിച്ച് പലരും പറഞ്ഞെങ്കിലും താൻ അത് അംഗീകരിച്ചില്ല. പക്ഷേ ചില സംഭവങ്ങൾ തൻ്റെ നേർക്ക് നേർ കണ്ടപ്പോൾ പിന്നെ മരിച്ചാൽ മതി, മരണം മതി. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആ സ്ത്രീ ആമേൻ തൻ്റെ നന്മയെ, പ്രിയ സഹോദരന്റെ നന്മയെ അപഹരിക്കുവാൻ പദ്ധതി ഒരുക്കി. ആമേൻ നന്മയെ തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രഹസ്യ ബന്ധത്തിന് ആമേൻ ഹല്ലേലൂയ ഒത്തിരി പേർ ചേർന്ന് കൂട്ടുന്നത്. എന്നാൽ ആമേൻ മരിക്കുവാൻ വേണ്ടി ആമേൻ താൻ സൂയിസൈഡ് ചെയ്യുവാൻ കയറെടുത്തപ്പോഴാണ് ആമേൻ ഹല്ലേലൂയ താൻ ചില കുറിപ്പുകൾ എഴുതാൻ ആമേൻ ആമേൻ ഒരു പേപ്പറും പേനയും എടുത്തപ്പോൾ അറിയാതെ മൊബൈൽ തട്ടി താൻ ആ മെസ്സേജ് കേൾക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, താൻ വിശ്വാസത്തിലുള്ളതാണ്, പെന്തക്കോസ് വിഭാഗത്തിൽ നിൽക്കുന്ന ഒരു സഹോദരിയാണ്. പക്ഷെ ഒരു കഷ്ടത വന്നപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ആമേൻ തനിക്ക് ഉദരഫലമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ആമേൻ 2 തൻ്റെ ശരീരം മുഴുവനും രോഗം. ഹസ്ബൻഡ് ട്രാവലിംഗ് കഴിഞ്ഞ് ബിസിനസിന്റെ ആമേൻ വിഷയവുമായി ബന്ധപ്പെട്ട് പോയിട്ട് വരുമ്പോൾ ആമേൻ താൻ വളരെ ക്ഷീണിതയാണ്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിൽ ആ കുടുംബം കടന്നുപോയി. എന്നാൽ ആ മെസ്സേജ് ആമേൻ തന്നെ സ്പർശിക്കുവാനിടയിൽ എനിക്കറിയത്തില്ല ആ മെസ്സേജിന്റെ കണ്ടന്റ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കണമെന്ന് വിചാരിച്ചു, ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. ആ മെസ്സേജ് തന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിനകത്ത് അങ്ങ് ഇറങ്ങുവാൻ തുടങ്ങി. മരണം ഒന്നിന്റെ ഈ പരിഹാരമല്ലെന്ന് തനിക്കത് വ്യക്തമായി മനസ്സിലായി. എന്നാൽ ആമേൻ അന്നത്തെ മെസ്സേജിൽ ഞാൻ പറയുവാനിടയായി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ എന്നെ വിളിക്കുവാൻ. പക്ഷെ ഞാൻ അതുവരെയും മെസ്സേജിൽ ഞാൻ പറയത്തില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ഇടുക. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കുവാൻ ടൈം കിട്ടത്തില്ല. പക്ഷേ യാദൃശികവശാൽ അന്നത്തെ മെസ്സേജിൽ ഞാൻ പറയുവാനിടയായി, എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനുമായി ഷെയർ ചെയ്യുവാനുള്ള അവസരമുണ്ട്. ആ സഹോദരി ആ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വേഗത്തിൽ എന്നെ വിളിക്കുവാനിടയായി. എന്നാൽ ആമേൻ ഞാനും ആ സമയം ഫ്രീ ആയിരുന്നു, തന്നോട് സംസാരിച്ചു. ആ സഹോദരി പറഞ്ഞതിതാ, ആ വാക്കുകൾ എന്നെ ജീവിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ വാക്കുകൾ എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നത് പോലെ തോന്നി. ഈ ദൈവത്തിന്റെ വചനത്തിന് എന്തോ ഒരു ശക്തിയുള്ളത് പോലെ ഈ കേൾക്കുന്ന വാക്കുകൾ എന്നെ വീണ്ടും ജീവിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിന് നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയും. മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിർജീവമായി പോയതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ, കാനാവിലെ കല്യാണത്തിന് ഒരു വാക്കുകളുടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയുമെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആമേൻ മല പോലെ നിൽക്കുന്ന, യെരിഹോ പോലെ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ വചനം ഇറങ്ങിച്ചെന്ന് ചലിപ്പിക്കുവാനിടയായി തീരും. ശംതന രഖാനഘടക ശംധരഗദനഘടകസി അർത്ഥപ്രൗഢവരഗദനഘടക ശംധനാരകൽ ഘടകസി. പ്രിയ ദൈവമക്കളെ, ആ മരണക്കുരുക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. അവരുടെ ഫ്ലാറ്റിൽ ആമേൻ താൻ ആമേൻ ആ കുരുക്കിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നത്. ഞാൻ അവിടെ ഇരുന്ന് കരയുവാനിടയായി. അപ്പ എൻ്റെ കഴിവല്ല, അവരുടെ ആമേൻ കൈ യാദൃശികവശാൽ തട്ടിയാണെങ്കിലും ദൈവം അവരെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കിയല്ലോ. ഇത് ഒരു അനുഭവമല്ല കേട്ടോ, നിരവധി അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. നമ്മുടെ ഹാളിനകത്ത് തന്നെ അങ്ങനെയുള്ള സാക്ഷ്യമുണ്ട്.
മരണത്തിന് വേണ്ടി അലഞ്ഞു നടന്നിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവർ, പ്രിയ ദൈവമക്കളെ, വചനത്തിന് ശക്തിയുണ്ട്. അത് മരണത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. അത് നിന്നെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. മരവിച്ച അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഒരു വാക്ക് മതി, ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു സ്പർശനം മതി, നിന്റെ കാരാഗ്രഹത്തിന്റെ മണ്ഡലങ്ങൾ തുറന്നു വരുവാൻ. ചൂടമര അധാരഘടക ശംഭനാരകൾ പ്രൗഢമര ദീപലഘടക ശംഭന അടഞ്ഞു കിടക്കുന്നതിന്റെ ആത്മീക മണ്ഡലത്തെ ഇന്ന് പകലിൽ പൊടി തട്ടിയെടുക്കോ. പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ചിലത് ചെയ്യുവാൻ പോവുകയാ. ചൂടമന ഹദാരഘടക ശംഭനാരകൾ പ്രൗഢമന ആമേൻ, ഹല്ലേലൂയ. ആ സഹോദരിയെ കർത്താവ് തൊടുവാനിടയായി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത്, ആമേൻ, നിങ്ങളുടെ പ്രായത്തിന്റെ ആമേൻ ഏതാനും ആമേൻ ഹല്ലേലൂയ പ്രായത്തിന്റെ വ്യത്യാസമേ എനിക്കുള്ളൂ. പ്രിയ ആന്റി, വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കും. ദൈവഹിതമില്ലാത്ത ബന്ധത്തെ കർത്താവ് തുടച്ചു മാറ്റും. ദൈവം അതിനകത്ത് ചില സാമ്പത്തിക തട്ടിപ്പുകളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിരലിൽ എണ്ണാവുന്ന ചില ദിവസങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ നീതി കർത്താവ് അതിനകത്ത് ചെയ്യും. പ്രിയ ദൈവമക്കളെ, ആമേൻ, പ്രിയ സഹോദരി അറിയാതെ തന്റെ ഭവനത്തിൽ ആമേൻ ഡൈവോഴ്സിന്റെ പേപ്പർ പ്രിയ സഹോദരൻ അയച്ചത് എന്തിനു വേണ്ടി? പാപത്തിന് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി. സ്വന്തം ഭാര്യ ആരോഗ്യത്തോടെ ബലത്തോടെ ആമേൻ ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവൾക്കൊരു ബലഹീനത വന്നപ്പോൾ അവളെ ഇട്ടിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഓടി. ആമേൻ, ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ, ദൈവത്തിന്റെ ആമേൻ കളി എത്ര ഭയങ്കരമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് അയ്യോ മഹാഭയങ്കരമാ. ആമേൻ, ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ യേശുപ്പൻ ദോഷമായൊന്നും ചെയ്യത്തില്ല. എന്റെ കണ്ണപ്പൊത്തി, നിന്റെ കണ്ണപ്പൊത്തി നിനക്ക് പലതും ചെയ്യുവാൻ കഴിയും. നിന്റെ ഭാര്യയുടെ കണ്ണപ്പൊത്തി നിനക്ക് പലതും ചെയ്യുവാൻ കഴിയും. നിന്റെ ഭർത്താവിന്റെ കണ്ണപ്പൊത്തി നിനക്ക് പല പാപവും ചെയ്യുവാൻ കഴിയും. പക്ഷെ സ്വർഗത്തിലെ അപ്പനെ വിളിച്ചോ നിനക്ക് ഒരിടത്തും ഓടിപ്പോകുവാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആലോചന പറഞ്ഞു. ഒത്തിരി നേരം ആ സഹോദരിയെ കൗൺസിൽ ചെയ്തു. കാരണം മരണത്തിൽ നിന്ന് പിന്മാറണം. ഹല്ലേലൂയ. ഞാൻ ഈ ആലോചന പറഞ്ഞതും ആ സഹോദരി പറഞ്ഞു, സാധാരണമായ ഒരു സാന്നിധ്യം എന്റെ ശരീരത്തിന്മേൽ തിരിച്ചറിയുന്നത് ഞാൻ അറിയുന്നു. എന്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുമാറിയത് ഞാൻ അറിയുന്നു. പ്രിയ ദൈവമക്കളെ, മൂന്നാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ആമേൻ രാത്രി താൻ വിളിച്ചു പറയുവാനിടയായി. ആ ഹസ്ബൻഡും ആ സ്ത്രീയും താമസിക്കുന്ന ഫ്ലാറ്റിനകത്ത് ഭയങ്കരമായ അടി. അവളുടെ ശരീരം മുറിവേറ്റ് അവൻ ബ്ലഡിൽ ഒലിച്ച് ഓടി തൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു. ഇവന് വല്ല ഭ്രാന്തുണ്ടോ? എന്നെ അവൻ ഉപദ്രവിക്കുവാനിടയായി. അവൻ ഉടനെ എന്നെ ആ സഹോദരി വിളിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ഡോറ് തുറക്കണം. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കും, ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടേണ്ടതുണ്ട്. അവൻ കേസായി, പ്രശ്നമായി. പ്രിയ ദൈവമക്കളെ, വൻ സാമ്പത്തിക തട്ടിപ്പ്. ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവ് എന്ത് വെളിപ്പെടുത്തിയോ അതിനകത്ത് അത് സംഭവിക്കുവാനിടയായി. ആമേൻ. ഞാൻ ആ സഹോദരിയോട് വീണ്ടും വിളിച്ചു പറഞ്ഞു, പ്രയാസം വരുമ്പോൾ അവൻ ഭർത്താവിനെ വിട്ടുകളയരുത്, സ്നേഹത്തോടെ അണച്ചു പിടിക്കുക. നിന്റെ ഭർത്താവിനെ കർത്താവ് നിനക്ക് മടക്കി നൽകി. ഇന്ന് സന്തോഷത്തോടെ, കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നത് കാണുവാൻ സ്വർഗത്തിലെ അപ്പൻ അവസരം നൽകി. അവൻ അവർക്ക് ലൈവിൽ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വലിയൊരു ബിസിനസ് ഫാമിലിയാ, അവരുടെ ബിസിനസ് തകർന്നു പോകും. കർത്താവ് അവരുടെ കുടുംബ ജീവിതത്തെ മടക്കി നൽകി. പ്രിയ ദൈവമക്കളെ, നിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കിന് ശക്തിയുണ്ട്. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് നീ എവിടെയായിരുന്നാലും അത് കുത്തി തുളച്ച് അതിന്റെ കാര്യം അത് നിർവഹിക്കും. ചൂടമര ഹദാരഘടക ശംഭനാരകൾ പ്രൗഢമന അർത്ഥനാരകൾ ശമനഘടക ശംഭനാരകൾ പ്രൗഢമന. ചില തിയേറ്ററിനകത്ത് നടക്കേണ്ട ചില സർജറികള് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വചനത്തിലൂടെ ചില ശരീരങ്ങളുടെ മേൽ ഇന്ന് പകൽ ചെയ്തുകൊണ്ടിരിക്കുക. ചൂടമന ഹദാരഘടക ശംഭനാരകൾ പ്രൗഢമന നിങ്ങൾ രാജ്യത്തിന്റെ ഏത് കോണിലായിരുന്നാലും ഈ വചനം പുറപ്പെടുന്ന വചനത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ ഹല്ലേലൂയ. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം കാര്യം പറഞ്ഞത്, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ കഷ്ടതയിൽ ഈ വചനം ഒന്ന് നീ എടുക്കോ, അത് നിനക്ക് ആശ്വാസമാ. അത് ആമേൻ പാറയെ ആമേൻ ഹല്ലേലൂയ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ ചില പാറകളെ കർത്താവ് അടിച്ചു തകർത്തുവാൻ പോകുകയാ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന, നിന്റെ ആമേൻ ജീവിതത്തിന്റെ മുമ്പിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ആത്മീകത്തിന് തടസ്സമായി നിൽക്കുന്ന, നിന്റെ വർധനവിന് തടസ്സമായി നിൽക്കുന്ന, നിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ തലമുറയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില പാറകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വചനമയച്ചു ചിലതിനെ തകർക്കുകയും ചൂടമന ഹതാരഘടകസി അത്തൽ ശംഭന ധീമാനഘടക ശംഭനാരകൾ പ്രൗഢമന ധീമലഘടക ശംഭനാരകൾ ഘടകസി. എനിക്കറിയത്തല്ല ഇന്ന് പകൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, ഇന്ന് പകൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, ഇന്ന് പകൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ചിലരുടെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവായിക്കുക. വചനം നിന്റെ ഹൃദയത്തെ ഇന്ന് പകൽ കീറി മുറിക്കുന്ന ഒരു പകലോ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു പകലോ. അഥരാജകൾ ശമനഘടക ശംഭനാരകൾ പ്രൗഢമന അഥരാജകൾ ശമനഘടക ശംഭരെ അർത്ഥനാരിഘാരഘടക ശൈഡവരഘടകസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഈ കഷ്ടതയുടെ ഉദ്ദേശം? ആമേൻ. കഷ്ടതയിൽ ആമേൻ ദൈവത്തിന്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ശരിയാ. ആമേൻ. എന്താണ് ഈ കഷ്ടതയുടെ ഉദ്ദേശം? കഷ്ടത കഴിയുമ്പോൾ ദൈവപ്രവൃത്തി വെളിവാകും. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞാട്ടെ. കഷ്ടത കഴിയുമ്പോൾ ആമേൻ ദൈവപ്രവൃത്തിയുടെ സമയമാ. കഷ്ടത കഴിയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. കഷ്ടത കഴിയുമ്പോൾ ദൈവപ്രവൃത്തി ആമേൻ കർത്താവ് ചെയ്യും. ഇന്ന് പകൽ കരമുയർത്തി പറഞ്ഞാട്ടെ, ഒരു കൈ നെഞ്ചത്ത് വെച്ച് പറഞ്ഞാട്ടെ, എന്റെ കഷ്ടത കഴിയുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. എന്റെ സാമ്പത്തികത്തിന്റെ കഷ്ടത കഴിയുമ്പോൾ ഒരു വലിയ നീരുറവപ്പം ചെയ്യും. എന്റെ അവൻ ആത്മീക ജീവിതത്തിലെ കഷ്ടത മാറുമ്പോൾ എന്റെ ശുശ്രൂഷയിൽ ഞാനൊരു തീയായി മാറും. എന്റെ ബിസിനസിന്റെ കഷ്ടത മാറുമ്പോൾ കർത്താവ് അതിനെ ഉയർത്തുവാൻ പോകുന്നു. എന്റെ കുടുംബ ജീവിതത്തിന്റെ ഈ കഷ്ടത മാറുമ്പോൾ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. കഷ്ടത കഴിയുമ്പോൾ ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. യോഹന്നാൻ സുവിശേഷം ആമേൻ ഹല്ലേലൂയ 9-ാം അധ്യായം ആമേൻ അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനത്രേ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ഈ സെയിം ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായി 2012 ആമേൻ ഏപ്രിൽ മാസം 30-ാം തീയതി ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ അനുഭവിച്ചത്. ഇന്ന് വരെയും ഞങ്ങൾ ആ ക്വസ്റ്റ്യന്റെ നടുവിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കിനെ കർത്താവ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളന്ന് കേട്ടതുപോലുള്ള ഒത്തിരി ചോദ്യങ്ങൾ അന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ എന്നെ ഉറപ്പിച്ചു. ഞാൻ ഒത്തിരി കരയുവാനിടയായി, ഒത്തിരി ഞാൻ കരഞ്ഞു, ഒത്തിരി ഞാൻ വേദനപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഗൗരീശ ഹോസ്പിറ്റലിൽ ആ 2-ാമത്തെ നിലയിൽ 3-ാമത്തെ നിലയിൽ കിടന്ന് ഞാൻ ഒത്തിരി കരയുവാനിടയായി. കാരണം എന്തെന്നറിയാവോ? ആമേൻ. ഹല്ലേലൂയ. ജനിച്ച് ആമേൻ കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുമ്പേ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു എന്റെ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റുവാനിടയായി. ആമേൻ. ഞാൻ അവന്റെ മുഖം കണ്ടില്ല. ആമേൻ. എല്ലാവരും പറഞ്ഞു നല്ല സുന്ദര കോമള രൂപിയായ തലമുറ. പക്ഷേ ഞാൻ അവന്റെ മുഖം പോലും കാണുന്നതിന് മുമ്പേ, ഒന്ന് ബോധം നേരെ വീഴുന്നതിന് മുമ്പേ ആമേൻ ഈ ജനിച്ച കുഞ്ഞിനെ ആമേൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി. പിന്നീട് വരുന്ന കോളുകളെല്ലാം മരണത്തെ മുഖാമുഖമായി കാണുന്ന കുഞ്ഞിന്റെ വാർത്തയാണ് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നത് മുഴുവനും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, അന്ന് ആമേൻ ഒത്തിരി പേർ ചോദിച്ചൊരു ചോദ്യമാണ്, ആമേൻ ആമേൻ രതീഷ് പാപം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ വിജിയുടെ ബലഹീനത കൊണ്ടാണോ, അതോ ഇനി ഇവളുടെ അപ്പനും അമ്മയും പാപം ചെയ്തിട്ടാണോ? ഈ ആമേൻ 3-4 ചോദ്യങ്ങളുടെ നടുവിൽ ആമേൻ ഞാനെന്നായിരുന്നു. അതുപോലെയാ ആമേൻ പിറവിയിലെ കുരുടനായ ആമേൻ ഹല്ലേലൂയ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അന്ന് കേട്ടത്. ആമേൻ. അന്നും ചോദ്യമുണ്ടായിരുന്നു, ഇന്നും ചോദ്യമുണ്ടായിരുന്നു. അന്നത്തെ ചോദ്യത്തിന് ഇത്തിരി വീര്യം കുറവായിരുന്നു, ഇന്നത്തെ ചോദ്യത്തിന് ഇപ്പം കടുപ്പം
ഇച്ചിരി കൂടുതൽ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ലൈസൻസ് ഇല്ല. ആമേൻ. അന്ന് ആമേൻ ഒരു പരിധി വിട്ടൊക്കെ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് ആമേൻ അതിന് ആമേൻ പ്രത്യേകമായിട്ടുള്ള ലൈസൻസ് ഒന്നും വേണ്ട. അങ്ങ് എന്ത് വേണോ ചോദിക്കാം. ഇതുപോലെ അന്ന് കേട്ടത്. അന്ന് ഞാൻ ആ ഗൗരീശ ഹോസ്പിറ്റലിൽ നിന്ന് കരയുവാനിടയായി. കർത്താവേ, ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു? അന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേരുന്നതിന് മുമ്പ് ഞാൻ അന്ന് നേർന്നിട്ട് ദൈവവചനം എടുത്ത് വായിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനമാ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. ആമേൻ. കഷ്ടത ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വേദന ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്. മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് നീ മിണ്ടാതിരുന്ന് ആമേൻ ദൈവത്തോട് യാചിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരോട് മറുപടി പറയാതെ ദൈവസന്നിധി നീ കരയുമെങ്കിൽ ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നീ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മാതാപിതാക്കൾ ഒത്തിരി കേട്ട് കാണും. ആമേൻ. അവൾ പാപം ചെയ്തോ, അപ്പൻ പാപം ചെയ്തോ, അല്ലെങ്കിൽ അമ്മ പാപം ചെയ്തോ. പ്രിയ ദൈവമക്കളെ, കഷ്ടത വരുവാൻ ആരും പാപം ചെയ്യണമെന്നൊന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. എത്ര കോടിയുള്ള ഒരു മനുഷ്യനും ഒരു ചെറിയ പല്ലുവേദന മതി സകലതും ആമേൻ താളടിയാകാൻ. ആമേൻ. എത്ര ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഡെപ്പോസിറ്റിംഗ് ഉള്ള ഒരു വ്യക്തിക്കും ആമേൻ ഒരു ചെറിയൊരു ചെവി വേദന മതി പരിശോധിക്കുമ്പോൾ ചകഞ്ഞു ചെല്ലുമ്പോൾ ക്യാൻസർ ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാ. എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും കണ്ടുപിടിക്കാത്ത എത്ര രോഗങ്ങളുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഒരു സഹോദരി വിളിച്ചു. ആമേൻ. ഒത്തിരി നാളുകളുണ്ട് പ്രൈസ് ഫാമിലി കോണ്ടാക്ട് ഉള്ളത്. ആ സഹോദരി പറഞ്ഞതാണ് ആമേൻ ശരീരം മുഴുവനും വേദന, ചെക്ക് ചെയ്യുവാൻ ഇനി ആമേൻ ഒന്നുമില്ല. എത്ര പരിശോധിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ഉണ്ടായിരുന്ന പണം മുഴുവനും ഈ ടെസ്റ്റുകൾക്ക് വേണ്ടി കളഞ്ഞു. പക്ഷെ എന്നിട്ടും ആമേൻ എൻ്റെ രോഗത്തിനൊരു മാറ്റമില്ല. ആമേൻ. ഞാൻ പകൽക്കാലം പറയുവാനിടയായി, ദൈവസന്നിധി നീ മുട്ടുമടക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ചില പൈശാചിക ബന്ധനങ്ങളാൽ കുരുക്കപ്പെട്ട് കിടക്കുന്ന ചില രോഗത്തിന്റെ മണ്ഡലങ്ങൾ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, നന്മയ്ക്കായി അടയാളം അവൻ ചില ശരീരങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽ ചെയ്തുകൊണ്ടിരിക്കുക. ജൂഡമന ഹദാരഘടക ശംധനാരകൾ പ്രൗഢമന അർത്ഥപ്രൗഢമന ധീബലഘടക ശംധനാരകൾ ഘടകസി. വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ പറയണം, കഷ്ടത മാറുമ്പോൾ ഞാൻ വലിയൊരു ദൈവ പ്രവൃത്തിയിലേക്ക് കടക്കുവാൻ പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, കഷ്ടതയ്ക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സന്തോഷിക്കുവാൻ പോവുകയാണ്. പിന്നെ കഷ്ടതയ്ക്ക് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ആ ദൈവ പ്രവൃത്തിയിലേക്ക് കാൽ വെക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ആമേൻ ആ ലഘുവായ കഷ്ടത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട. കഷ്ടത കഴിയുമ്പോൾ വലിയൊരു ദൈവ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവ പ്രവൃത്തി, ദൈവത്തിന്റെ ഉദ്ദേശം ആമേൻ അവിടെ നിറവേറുവാനിടയായി തീരും. ആമേൻ. രണ്ടാമത്തെ കാര്യം, സാത്താന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ആമേൻ ഹല്ലേലൂയ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആമേൻ ഹല്ലേലൂയ. പിശാച് ആമേൻ പദ്ധതി ഒരുക്കുന്നത് ഈ കഷ്ടതയോടെ നമ്മൾ ഒടുങ്ങിപ്പോകും, ഈ കഷ്ടതയോടെ നമ്മൾ അവസാനിച്ചു പോകും, നമ്മുടെ പേരിനി ഇല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പെരുമ ഇനി ഇല്ല, നമ്മുടെ വിശ്വാസം പോയി, നമ്മുടെ പ്രത്യാശ പോയി, ആലയത്തിൽ ഓടുന്നതിന്റെ ആമേൻ ദിവസങ്ങൾ കുറയും. ആമേൻ എന്നൊക്കെ പിശാച് പദ്ധതി ഒരുക്കും. പക്ഷേ ബൈബിൾ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, കഷ്ടത ആമേൻ പിശാചിന്റെ ആരോപണങ്ങൾ തകർക്കുവാൻ വേണ്ടിയാ. പിശാച് പറയും, കഷ്ടതയോടെ നീ ഒടുങ്ങിപ്പോയി, പുറത്തു വരത്തില്ല, തകർന്നു പോയി, വീണ് പോയി, ഇനി നീ പുറത്തു വരത്തില്ല. അതിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം ഞങ്ങൾ തന്നെയാ. എല്ലാവർക്കും അറിയാം, ഇത് ആമേൻ സീലിംഗ് ചെയ്തിരിക്കുക. ഇതിനും ആമേൻ മുകളിലത്തെ പൊക്കത്തിൽ നിന്ന് ഈ താഴത്തെ പ്ലാറ്റ്ഫോമിലാ പ്രിയ കർത്തുദാസൻ വീഴുന്നത്. അവൻ ഒന്ന് ചിന്തിച്ചു നോക്കണമേ. പിശാച് ചിന്തിച്ചു കൂടി നിന്ന് എല്ലാവരും വിചാരിച്ചു, ഇതോടെ ആമേൻ രതീഷ് ഇതിനകത്ത് ഒടുങ്ങിപ്പോയി, ഇനി ഇതിനകത്ത് എഴുന്നേൽക്കത്തില്ല. സാക്ഷി ജിത്തുണ്ട്. ആമേൻ ഐസുവിനകത്ത് കയറി ജിത്തു കണ്ടത് പിശാചും മാനുഷികകരവും വാദിച്ചു, ഇനി എഴുന്നേൽക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, പിശാചിന്റെ ആരോപണങ്ങളെ തകർത്ത്, പിശാചിന്റെ പദ്ധതിയെ തകർത്ത് ആമേൻ അഞ്ചാമത്തെ ദിവസം 10 വർഷം കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയതിനെ കർത്താവ് ആമേൻ നടത്തിപ്പിച്ചുവെങ്കിൽ പിശാചിന്റെ ആരോപണങ്ങൾ അത് തെറ്റാണ്. പിശാച് നിന്റെ തന്ത്രങ്ങൾ തെറ്റാണ്. നിന്റെ പദ്ധതി പാഴായി പോയി. ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി
പ്രവൃത്തി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ കഷ്ടത കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കർത്താവ് വർദ്ധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഷ്ടത ചിലതിന്റെയൊക്കെ വർദ്ധനവ്, കഷ്ടത ചിലതിന്റെയൊക്കെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒരു കഷ്ടത കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ പുതിയൊരു മുളയെ കൂടെ കർത്താവ് ഭൂമിയിൽ നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അതാണെന്ന് കർത്താവ് ഒന്നറിയാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊന്നും വരുത്തത്തില്ല. അവൻ 6 മാസം കഴിഞ്ഞിട്ട് അവൻ കാർ ഡ്രൈവ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അവൻ എനിക്ക് തോന്നുന്നു 9ാമത്തെ ദിവസം എന്നെ അവൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് കൊണ്ടുപോയത് പാസ്റ്റർ കാറില്. അവൻ ദൈവം അത്രത്തോളം വലിയ അത്ഭുതത്തെ ചെയ്തു. പിശാച് ചിന്തിച്ചു, ഇവൻ വർഷങ്ങളോളം ഈ ബെഡിൽ കിടക്കും, ഇവൾ എത്ര ദിവസം ഓടും, എല്ലാവർക്കും അറിയാലോ ഇത്രയും ദൂരം ട്രാവലിംഗ്, അവൻ ഇവൾ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യും. അപ്പനറിയാം ഈ കഷ്ടതയിൽ പിശാച് അവൻ നിന്റെ പദ്ധതി നടക്കത്തില്ലെന്ന് എനിക്ക് തെളിയിക്കണം. ഇവൻ എഴുന്നേൽക്കണം, കർത്താവിന്റെ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9ാമത്തെ വാക്യം മുതൽ 11ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഹല്ലേലൂയ. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതിപ്പിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് ആമേൻ തമ്മിൽ പറഞ്ഞ് ആമേൻ ഒത്തുവാനിടയായി. ആമേൻ, പ്രിയ ദൈവമക്കളെ, ആമേൻ, പിശാച് പദ്ധതി ഒരുക്കി ഇയ്യോബിനെ അവിടം കൊണ്ടൊന്ന് അവസാനിപ്പിക്കാം. ഭാര്യ തള്ളി പറയുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ അവൻ നഷ്ടപ്പെടുമ്പോൾ, അവൻ ദൈവം കൊടുത്ത എല്ലാ നന്മകളെയും അപഹരിക്കുമ്പോൾ, അവൻ ഈ ഒരൊറ്റ കഷ്ടത കൊണ്ട് ഇയ്യോബിന്റെ വിശ്വാസത്തെ അങ്ങ് അവൻ ത്വജിപ്പിക്കാം. ഈ വിശ്വാസത്തെ അങ്ങ് തള്ളിക്കളയാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഇയ്യോബ് ഈ കഷ്ടതയെ അങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണും. അവൻ ഇയ്യോബിനറിയാം ഈ കഷ്ടത കഴിയുമ്പോൾ ഞാനൊരു ദൈവ പ്രവൃത്തിയിലേക്ക് കടക്കുവാൻ പോകുകയാണ്, എനിക്ക് നഷ്ടമായതിനെല്ലാം ദൈവം മടക്കി തരും. ഹല്ലേലൂയ. ആ പ്രത്യാശ ഉള്ളത് കൊണ്ട് ഇയ്യോബിന് നഷ്ടമായതിനെല്ലാം കർത്താവ് മടക്കി നൽകിയത്. പ്രിയ ദൈവമക്കളെ, കഷ്ടത കഴിയുമ്പോൾ ഒരു വലിയൊരു ആമേൻ ഹല്ലേലൂയ ദൈവ പ്രവൃത്തിയുണ്ട്. എവിടെ ഒരു നുറുക്കം സംഭവിച്ചിട്ടുണ്ടോ, എവിടെ ഒരു നുറുങ്ങൽ സംഭവിച്ചിട്ടുള്ളോ, ആ നുറുക്കം ഒരു വർധനവാണ്. ആ നുറുക്കം ഒരു വർധനവാണ്. അത് വലിയൊരു ശേഷിപ്പ്. നിന്റെ സാമ്പത്തിക മേഖലയിൽ നീ വലിയ ഞെരുക്കം സംഭവിച്ചിട്ടുണ്ടോ, വലിയൊരു നുറുക്കം നീ സംഭവിച്ചിട്ടുണ്ടോ, അത് നിന്റെ അടുത്തൊരു കാൽവെപ്പ്. നീ ഏതെങ്കിലും സ്ഥാനത്ത് ഇടുങ്ങിയിരിക്കുന്ന ഒരു കഷ്ടതയിലാണോ, ഞെരുങ്ങിയിരിക്കുന്ന ഒരു കഷ്ടതയിലാണോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ അഭിഷക്ത കുടുംബങ്ങളെ നിങ്ങളോടൊരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ ഈ ഞെരുക്കം, നിന്റെ ഈ തകർച്ച, നിന്റെ ഈ ആമേൻ ഉടയൽ, ആമേൻ വലിയൊരു ദൈവ പ്രവർത്തിക്കാം. എനിക്കറിയത്തില്ല, ഈ ദിവസങ്ങളിൽ ആമേൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതെല്ലാം ഒത്തിരി പാസ്റ്റേഴ്സാ, ആമേൻ പാസ്റ്റർമാരെ വൈഫാ. എനിക്കറിയത്തില്ല, ഞാൻ ആലോചന പറയുന്നത് മുഴുവനും അവരോടാണെന്ന് അവർ പറയുന്നത്. ആ മെസ്സേജുകളൊക്കെ അവരെ ടച്ച് ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്കറിയാം ആ തീയുടെ ആമേൻ കഠിനത. ആമേൻ ഹല്ലേലൂയ. എല്ലാം സാക്രിഫൈസ് ചെയ്ത് സഹിക്കുവാനുള്ള സഹിഷ്ണുതയിൽ നിന്നുകൊണ്ടാ പറയുന്നത്. വലിയൊരു ദൈവ പ്രവൃത്തിയുണ്ട്. മുറുകെ പിടിച്ചാൽ, വിശ്വാസം മുറുകെ പിടിച്ചാൽ, ഏത് കഷ്ടതയിലും, ഏത് പ്രയാസത്തിലും, ഏത് വേദനയുടെ സാഹചര്യത്തിലും, ഏത് നീറുന്ന വിഷയത്തിന്റെ നടുവിലും കഷ്ടത നിന്റെ അടുത്തൊരു ചവിട്ടുപടിയാണെന്ന് പറഞ്ഞു, അടുത്തൊരു ദൈവ പ്രവൃത്തിയുടെ തുടക്കമാണെന്ന് പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുവാനാണെന്ന് പറഞ്ഞു. നീ ചാടി എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ ഈ കഷ്ടതയിൽ നീ തകരത്തില്ല, ഈ കഷ്ടതയിൽ നീ പൊളിയത്തില്ല, ഈ കഷ്ടതയിൽ നീ ഉടഞ്ഞു പോകത്തില്ല, നിന്റെ പേരിന് മാറ്റം വരത്തില്ല. അതൊരു വലിയൊരു ദൈവ പ്രവർത്തിക്കുക. ചൂടാമാന
അധാരഘടക ശംധനാരകൾ പ്രൗഢവന അർത്ഥൽ ഘടക ശംധനാരകൾ പ്രൗഢവന. ആമേൻ. തകർച്ചയിൽ കിടന്ന് ആരൊക്കെ നിലവിളിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ ഈ കഷ്ടതയോടെ ഒടുങ്ങിപ്പോയി, ഈ കഷ്ടതയോടെ ഞാൻ തകർന്നു പോയി, എൻ്റെ പേര് പോലും നശിച്ചു പോകും. ഇല്ലില്ല. ആമേൻ. ഹാലം. നിന്റെ പേര് അപ്പൻ കണ്ടിട്ടുണ്ട്, നീ ആയിരിക്കുന്ന സ്ഥലം അപ്പൻ കണ്ടിട്ടുണ്ട്, നീ ആയിരിക്കുന്ന സാഹചര്യത്തെ അപ്പൻ കണ്ടിട്ടുണ്ട്. നിന്റെ ഏതവസ്ഥയെയും നിന്റെ ഏത് പ്രശ്നത്തെയും നീ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തെയും നന്നായി അറിയുന്ന ദൈവം, നീ ചെല്ലുന്നതിന് മുമ്പേ, നീ ഇറങ്ങുന്നതിന് മുമ്പേ, നീ കാൽ വെക്കുന്നതിന് മുമ്പേ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാ. എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ കർത്താവ് ചില പുതിയ വാതിലുകളെ തുറക്കുന്നുണ്ട് കേട്ടോ. വിശ്വാസത്തോടെ ആമേൻ പറ. ആരുടെയൊക്കെയോ കുടുംബത്തിനകത്ത് ചില പുതിയ വാതിലുകൾ, ആരൊക്കെയോ ആഗ്രഹിക്കുന്ന ആമേൻ ചില ആഗ്രഹങ്ങൾക്കകത്ത് ചില പ്രതീക്ഷയുടെ പുതിയ തലങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില പുതിയ വഴികൾ, ആരും ആമേൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ആരും ഇന്ന് വരെയും കേട്ടിട്ടില്ലാത്ത, ആരുടെയും ചിന്തയിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത ചില അഗോചരമായ ചില വിഷയത്തിന്മേൽ സ്വർഗ്ഗത്തിലെ ദൈവം വലിയ അത്ഭുതത്തെ പ്രവർത്തിക്കുക. ശംധനാരകൾ പ്രൗഢവന അർത്ഥനാരകൾ ഘടക രഗതനഘടക ശംധനാരകൾ ഘടകസി. ആമേൻ. ഹല്ലേലൂയ. 3 ആമേൻ. ഈ കഷ്ടത വരുന്നത് നീ നിഗളിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില കഷ്ടത നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത് നമ്മൾ നിഗളിച്ചു പോവാതിരിക്കുക. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ശൂലം തന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോട് ആമേൻ പൗലോസ് പറയുന്ന ഭാഗമാണ് ആമേൻ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന അഭിഷക്തന്മാരെ, കുടുംബങ്ങളെ, ആമേൻ ആരോടും പറയുവാൻ കഴിയാതെ വണ്ണമുള്ള ചില നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നീ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അതേ നീ കടന്നു പോകുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ ഉറപ്പിക്കുവാൻ വേണ്ടിയാ ഈ ദൈവത്തിന്റെ വചനം നിന്നോട് കൈമാറുന്നത്. നീ നിഗളിച്ചു പോകാതിരിപ്പാൻ. ആമേൻ. കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ശുശ്രൂഷയിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ തലമുറയേക്കാൾ, നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ ഭർത്താവിനേക്കാൾ അധികമായി അപ്പൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാൾ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ശൂലം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നതുണ്ടല്ലോ, അത് വലിയൊരു ദൈവ പ്രവർത്തിക്കുക. ആമേൻ. കഷ്ടത ഒരു വലിയ ദൈവ പ്രവർത്തിക്കുക. അതുകൊണ്ട് ചില രോഗത്തെ കണ്ട് നീ ഭയപ്പെടരുതേ, ചില രോഗത്തിന്റെ കഷ്ടതകളെ കണ്ട് നീ ഭയപ്പെടരുതേ. ആമേൻ. ചില ശൂന്യതകളെ കണ്ട് നീ ഭയപ്പെടരുതേ. എനിക്കറിയത്തില്ല, ഇതുവരെയും ഇല്ലാത്ത ചില ശൂന്യതകൾ ചില ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആ ശൂന്യതയെ കണ്ട് നീ ഭയപ്പെടേണ്ട. ആ ശൂന്യത നിന്നെ വർദ്ധിപ്പിക്കാനാ, ആ നുറുക്കം നിന്നെ വർദ്ധിപ്പിക്കാനാ, ആമേൻ ഈ ഞെരുക്കം നിന്നെ വർദ്ധിപ്പിക്കാനാ. നിന്റെ ആത്മീകത്തിലാകട്ടെ, കുടുംബത്തിനകത്താകട്ടെ, സമൂഹത്തിനകത്താകട്ടെ, നീ ആയിരിക്കുന്ന രാജ്യത്തിനകത്താകട്ടെ, നിന്റെ തൊഴിൽ മേഖലയ്ക്കകത്താകട്ടെ, ഈ ഞെരുക്കം നിന്നെ വർദ്ധിപ്പിക്കുവാനാ. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയത്തില്ല ആരോടൊക്കെയോ പറയുവാൻ പറയുന്നു, നീ ഈ രാജ്യത്തെ വിടുവാൻ പോകുക. റബലക ശംദന രഗൽക്കടകസി അർത്ഥൽ പ്രൗഢപര ദീപലകടക ശംദന. നീ ആയിരിക്കുന്ന രാജ്യത്തിലല്ല, നിന്നെ അവിടെ നിന്ന് കർത്താവ് രാജ്യം വിടുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയുക. ചിലർക്കൊക്കെ അതിനുള്ള ഓഫറിംഗ് കർത്താവ് കൈമാറുവാൻ പോകുന്നു. ചില രാജ്യം വിട്ടുള്ള യാത്രകൾ. റബലവ ശംദന രഗാലകടകസി അർത്ഥൽ പ്രൗഢപന ദീപലകടക ശംദാരകന അധാരകട ഒരു വലിയ ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. അതിനാ നീ ഇത്രയും കഷ്ടത അനുഭവിച്ചത്. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാ നീ ഇത്രത്തോളം നുറുങ്ങൽ സംഭവിച്ചത്, നീ ഇത്രത്തോളം വേദനയിൽ ആമേൻ അകപ്പെട്ടത്, നീ ഇത്രത്തോളം കഷ്ടതയിൽ അകപ്പെട്ടത്, നീ ഇത്രത്തോളം ഞെരുക്കത്തിലായിത്തീർന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആമേൻ ഞങ്ങളുടെ ആമേൻ പ്രഭാതമായ ചർച്ച ചെയ്ത, ആമേൻ അതിപ്രധാനമായ ചർച്ച ചെയ്ത, ആമേൻ ഞങ്ങൾ ആമേൻ ഒരു സമയത്ത് ആമേൻ ഏകദേശം 12 വർഷം ഞങ്ങളുടെ ഉറിയാക്കോട് ദേശത്ത് ആമേൻ ഞങ്ങൾ ആമേൻ ഞെരുങ്ങിയിരുന്നു. 7 വർഷം ഞങ്ങൾ ഞെരുങ്ങിയിരുന്നു.
നുറുങ്ങപ്പെട്ടു, തള്ളപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, ഒത്തിരി ഞെരുക്കം അനുഭവിച്ചു. ആ ഞെരുക്കത്തെ എല്ലാം കർത്താവ് മാറ്റി വലിയ സമൃദ്ധി തന്ന് കർത്താവ് ഞങ്ങളെ മാനിച്ചു. ആമേൻ. ആ ദേശത്ത് കർത്താവ് ഞങ്ങളെ മാനിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദേശത്ത് താമസിക്കാനാ. ആമേൻ. ഞങ്ങളുടെ വാഞ്ച മുഴുവനും ഈ ദേശത്താ. പക്ഷെ ഞങ്ങൾ ഇപ്പൊ വെറും സീറോയാ കേട്ടോ. ആമേൻ. ഈ ദേശത്ത് വരണമെങ്കിൽ ആമേൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിറവേറ്റി കർത്താവ് ചെയ്യും. മാനുഷികമായി ചിന്തിച്ചാൽ ഞങ്ങൾ വെറും സീറോയാ. ഞങ്ങൾക്ക് ആമേൻ എത്ര ചിന്തിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ എണ്ണം കൂട്ടാമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആമേൻ. പക്ഷേ ആമേൻ ഞങ്ങൾ ഈ ദിവസങ്ങൾ വാഞ്ചിക്കുന്നത് മുഴുവനും ഇതാ, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളെ ആ ദേശത്ത് മാനിച്ചു. ഇനി ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടേണ്ടതും ഈ ദേശത്ത് വേല വളർത്തേണ്ടതും ഞങ്ങൾ ഈ പട്ടണത്തിലായിരുന്നിട്ട് കർത്താവ് അതിനെ വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അതിനെ നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കൂടെ വേണം. ലൈവിലും ഈ ഹാളിനകത്തുമായിരിക്കുന്നവർ ഞങ്ങൾ ഈ ദേശത്ത് സജീവമാവണമെന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട്, ആമേൻ സഭയുടെ ഒരു വലിയ പ്രാർത്ഥനാ സപ്പോർട്ട് അത് ആവശ്യമാണ്. നമ്മൾ കരയുമ്പോൾ ഉയരത്തിലെ നന്മകളെ അപ്പൻ തുറക്കും. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ അപ്പൻ കാടപ്പക്ഷിയെ കൊടുത്തുവെങ്കിൽ, മന്നയെ കൊടുത്തുവെങ്കിൽ, ചെങ്കടലിനെ വിഭാഗിച്ചു വഴിയെ തുറന്നുവെങ്കിൽ, കാക്കാമുല ദേശത്തിന് വേണ്ടി, ഈ ദേശത്തിലെ തലമുറകൾക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി കർത്താവ് അതും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയാ കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ 35 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ വരുന്നത്. ആമേൻ. ഞങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസ് തന്നെ ഒരു മാസം ആമേൻ പറഞ്ഞാൽ ആമേൻ നിങ്ങൾ കണ്ണു തള്ളിപ്പോവും. അത്രത്തോളം ട്രാവലിംഗ് എക്സ്പെൻസ് ഞങ്ങൾക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ചിന്തിക്കുന്നത് കർത്താവ് ഈ ദേശത്താണെങ്കിൽ ആ ട്രാവലിംഗ് എക്സ്പെൻസ് കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും അങ്ങനെ കേട്ടോ. 1 രൂപ കിട്ടിയാൽ അത് അപ്പന് കൊടുക്കുന്നതിൽ നിന്ന് ഞങ്ങൾ കൈവിട്ട് വാരത്തില്ല. ദശാംശം കൊടുക്കുന്നതിൽ ഞങ്ങൾ കൈവിട്ട് വാരത്തില്ല. അപ്പന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? അപ്പന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? കഷ്ടതയായാലും ഞെരുക്കമായാലും പ്രയാസമായാലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ പിറവില്ലാതെ കൊടുക്കുന്നുണ്ടോ? നീ വർദ്ധിക്കും. ആമേൻ. ഞെരുക്കത്തിലും നിന്നെ വർദ്ധിപ്പിക്കുന്ന കരമാ. പ്രൈസ് ദി ലോർഡ്. ചില നിമിഷം കൂടെ എല്ലാവരും ഒരുമിച്ച് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ ഈ കഷ്ടത എൻ്റെ അടുത്തൊരു വർധനവിന് കാരണമായി തീരും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പൂർത്തീകരിപ്പാൻ കഴിയാത്ത എൻ്റെ ഭവനത്തിൻ്റെ പണി അപ്പാ നന്മകളില്ലാതെ ഇനി എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ആമേൻ ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിലായിരിക്കുന്നു. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കട്ടെ. കുടുംബ ജീവിതങ്ങൾ പണിയപ്പെടട്ടെ. കുടുംബ ജീവിതത്തിനകത്തുള്ള കഷ്ടതകൾ മാറട്ടെ. തലമുറകൾക്കിടയിലുള്ള കഷ്ടതകൾ മാറട്ടെ. വർധനവ് സംഭവിക്കട്ടെ. ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലങ്ങളെ നൽകണമേ. ജോലി ഇല്ലാത്തവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ നൽകട്ടെ. വിവാഹപ്രായമായ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങളെ അപ്പനങ്ങ് നൽകണം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ കഷ്ടത്തെ അങ്ങ് മാറ്റണമേ. ഈ കഷ്ടത ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, സാത്താന്റെ ആമേൻ തല തകർക്കുന്നതിന് വേണ്ടിയാ, സാത്താൻ ലജ്ജിക്കുവാൻ വേണ്ടിയാ, ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പോ അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ മരിച്ചുപോയ ചിലത് ജീവിച്ചു വരട്ടെ. നിർജീവമായി പോയ ചിലത് പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 89
21632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.